പൂർണ്ണവർഗം ഏത്? നമുക്ക് 1, 2, 3, 4 എണ്ണം തന്നിട്ടുണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം എന്ന് കാണണം. അപ്പോൾ ഈ പൂർണ്ണവർഗം എന്ന് പറഞ്ഞാൽ കൃത്യമായ വർഗ്ഗമൂലമുള്ളത്. ഉദാഹരണം 25, 25ൻ്റെ റൂട്ട് 5, 36 അതിൻ്റെ റൂട്ട് 6, 49 അതിൻ്റെ റൂട്ട് 7 ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെയാണ് നമ്മൾ പൂർണ്ണവർഗം എന്ന് പറയുക. കൃത്യമായ വർഗ്ഗമൂലമുണ്ട്. എന്നാൽ 50ന് കൃത്യമായ റൂട്ടില്ല. 50 ഏതെങ്കിലും ഒരേ സംഖ്യ 2 പ്രാവശ്യം കുടിച്ച് 50 കിട്ടുമോ? ഇല്ല. അപ്പോൾ അതൊന്നും പൂർണ്ണവർഗ്ഗമല്ല. അപ്പോൾ നമുക്ക് ഇതിലേതാ പൂർണ്ണവർഗ്ഗം നോക്കണം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ തരികയാണെങ്കിൽ, അതായത് കൃത്യങ്ക രൂപത്തിൽ തരികയാണെങ്കിൽ പൂർണ്ണവർഗ്ഗം നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ സംഖ്യ പൂർണ്ണവർഗ്ഗമായിരിക്കണം. സംഖ്യയ്ക്ക് റൂട്ട് ഉണ്ടാവണം. 25ന് റൂട്ടുണ്ട്, 5 25. അതുപോരാ, ഇതിൻ്റെ കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിൻ്റെ കൃതി ഇരട്ട സംഖ്യ ആയിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ ഈ കൃത്യങ്ക രൂപത്തിലുള്ളതിൻ്റെ ഇതിൻ്റെ കൂടെ ചേർന്ന് വരുന്നതിൻ്റെ കൃത്യങ്ക രൂപത്തിലുള്ളതിൻ്റെ കൃതി ഇരട്ട സംഖ്യ വരണം. ഈവൺ നമ്പർ ഇവിടെ 3 ഒറ്റ സംഖ്യയാണ്. അപ്പോൾ ഇത് പൂർണ്ണവർഗ്ഗമല്ല. അടുത്ത 0.016 ഇത് ഈ രീതിയിലല്ല, ഇത് ദശാംശ രൂപത്തിലാണ്. ദശാംശ രൂപത്തിൽ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ദശാംശത്തിൻ്റെ നമ്മൾ നോക്കേണ്ടത് ദശാംശം ഒഴിവാക്കുക. ദശാംശം ഒഴിവാക്കിയ സംഖ്യ എത്ര? 16. ദശാംശം ഒഴിവാക്കിയ സംഖ്യ 16. അത് പൂർണ്ണവർഗ്ഗമായിരിക്കണം. അത് പൂർണ്ണവർഗ്ഗമാണ് അല്ലേ? 4 4 16. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ദശാംശം ഒഴിവാക്കി സംഖ്യയ്ക്ക് മാത്രം റൂട്ടുണ്ടോ നോക്കി. 16 റൂട്ടുണ്ട്, 4 16. അതുപോരാ, ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. എന്താ അറിയോ? ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ടോ, ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കങ്ങളുണ്ട് ആ അക്കങ്ങളുടെ എണ്ണം ഇരട്ടയായിരിക്കണം. അക്കങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയിരിക്കണം. ഈവൺ നമ്പർ ആയിരിക്കണം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്ക? 1 2 3. 3 എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്. ഇരട്ട വരണം പൂർണ്ണവർഗ്ഗമാണെങ്കിൽ. അപ്പോൾ അതും പൂർണ്ണവർഗ്ഗമല്ല. വീണ്ടും അടുത്തത് ഇങ്ങനെ ഈ നമ്മൾ ആദ്യത്തെ പോലെയാണ് വരുന്നത് അല്ലേ? 9 × 10 സ്ക്വയർ × 1. 9 പൂർണ്ണവർഗ്ഗമാണ്. 3 9. 10 സ്ക്വയർ നമ്മളെന്ത് പറഞ്ഞു? മുകളിലുള്ളത്, അതായത് കൃതി ഇരട്ട സംഖ്യ വരണം. അതും ശരിയാണ്. പിന്നെ 1 അതും പൂർണ്ണവർഗ്ഗമാണ്. 1ൻ്റെ റൂട്ട് 1 ആണ്. അപ്പോൾ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗ്ഗമാണ്. ഇനി നമുക്ക് ഇതും കൂടി നോക്കാം. 36 പൂർണ്ണവർഗ്ഗമാണ്. 6 6 36. പക്ഷേ ഇവിടെ എന്താണ്? കൃതി 5 ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. ഈവൺ നമ്പർ വന്നാലേ പൂർണ്ണവർഗ്ഗമാവുള്ളൂ. അപ്പോൾ ഇതും ഈവൺ നമ്പർ അല്ല. അപ്പോൾ നമ്മുടെ ഉത്തരം ഇതാണ് 9 × 10 സ്ക്വയർ × 1.